സ്വാഗതം ടോപ് 10ലേക്ക്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് സർക്കാർ ആശുപത്രികളെ മാത്രം ആശ്രയിക്കുന്ന സാധാരണക്കാരന് നന്നായി അറിയാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നവുമല്ല. തങ്ങളുടെ അവസ്ഥ വിശദീകരിക്കേണ്ട ഗതികേട് ഒരു ഡോക്ടറിനുണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പ് പിന്നെ എന്തിനെന്ന ചോദ്യവും സാധാരണക്കാരുടെ മനസ്സിലുയരും. പൊതുജനങ്ങളുടെ സംശയം തീർക്കേണ്ടതും പ്രതിസന്ധി പരിഹരിക്കേണ്ടതും സർക്കാരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. രോഗികൾ ഉപകരണം വാങ്ങിത്തരുന്ന സ്ഥിതിയെന്നും ഇരക്കേണ്ട അവസ്ഥയെന്നും ഡോക്ടർ ഹാരിസ് സത്യസന്ധനായ ഡോക്ടറെന്ന് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് സംവിധാനത്തിന്റെ പ്രശ്നമെന്നും പിഴവുകൾ പരിഹരിക്കുമെന്നും വീണ ജോർജ്. ചികിത്സാ പ്രതിസന്ധി 4 അംഗ സമിതി അന്വേഷിക്കും. ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. സുംബ നൃത്തത്തിൽ നിലപാട് കടുപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി. അക്കാദമിക് കാര്യങ്ങളിൽ ആജ്ഞ വേണ്ടെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമെന്നും വി ശിവൻകുട്ടി. സുംബ ദേശീയമായി അംഗീകരിച്ച കായിക ഇനമെന്നും മന്ത്രി. തിരുവനന്തപുരത്ത് മന്ത്രി സുംബ ഫ്ലാഷ് മോബിന്റെ ഭാഗമായി സുംബ വ്യായാമമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാനത്ത് മഴ കുറയുന്നു. 5 ദിവസം കൂടി മഴ തുടരും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം മണ്ണിടിഞ്ഞ് ബംഗാൾ സ്വദേശിയായ നിർമ്മാണ തൊഴിലാളി മരിച്ചു. മണ്ണിടിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി യുവാവ് സ്റ്റേഷനിൽ. അസ്ഥികൾ തനിക്ക് പെൺസുഹൃത്തിലുണ്ടായ കുട്ടികളുടേതെന്ന് മൊഴി. കൊലപ്പെടുത്തിയത് അമ്മ അനീഷ എന്ന എഫ്ഐആർ. അമ്മയും ആൺ സുഹൃത്ത് ഭവിനും അറസ്റ്റിൽ. കൊലപാതകം, ഗൂഢാലോചന വകുപ്പുകളിൽ കേസ്. കോട്ടയം കാണക്കാരിയിൽ റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന ആംബുലൻസ് ഉൾപ്പെടെ കാത്തുകിടക്കുന്നത് മണിക്കൂറുകൾ. മേൽപ്പാലത്തിനായി പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്. ടോപ് 10 സ്പെഷ്യൽ. തിരുവനന്തപുരത്ത് വനിതകൾക്കായി തുടങ്ങിയ ഷീറ്റ് ടോയ്ലറ്റുകൾ ഉപയോഗശൂന്യം. ശുചീകരണവും അറ്റകുറ്റപ്പണികളുമില്ല. നോക്കി നടത്താൻ ആളുമില്ല. പാഴായത് ലക്ഷങ്ങൾ. നഗരത്തിലെത്തുന്ന സ്ത്രീകൾ പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമില്ലാതെ ദുരിതത്തിൽ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അട്ടിമറി സാധ്യതയടക്കം പരിശോധിക്കുന്നുവെന്ന് കേന്ദ്രം. അന്വേഷണം നിർണായക ഘട്ടത്തിലെന്നും വ്യോമയാന സഹമന്ത്രി. AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്ക് ജയം. മോർലേഷിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. തിരുവനന്തപുരത്ത് MDMAയുമായി CPI പ്രാദേശിക നേതാവ് പിടിയിൽ. പിടിയിലായത് ബേക്കറി ബ്രാഞ്ച് അംഗം കൃഷ്ണചന്ദ്രൻ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി മണ്ഡലം സെക്രട്ടറി. സ്റ്റോറി ഓഫ് ദി ഡേ. ദക്ഷയാഗ സ്മരണ പുതുക്കി കൊട്ടിയൂർ. നിസ്സഹായ അവസ്ഥ തുറന്നു പറയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പലപ്പോഴും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികളുടെ ബന്ധുക്കൾ വാങ്ങി നൽകേണ്ട സ്ഥിതി. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. അതേസമയം ഹാരിസ് ചിറക്കലിനെ തള്ളാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടറെ തള്ളി രംഗത്തെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധിയെന്ന് ആവർത്തിച്ച് പറയുകയാണ് യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വർഷങ്ങളായി പല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പലപ്പോഴും രോഗികളുടെ ബന്ധുക്കളാണ് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത്. പലരെയും സമീപിച്ച് അപേക്ഷിച്ചുമിരുന്നും ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങി ഗതികെട്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതെന്നും ഡോക്ടർ പറഞ്ഞു. ഇതിപ്പോ മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരാണ്. ഇപ്പോൾ
രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. അത് ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി. സിസ്റ്റത്തിന് വീഴ്ച പറ്റിയെന്നും മന്ത്രി സമ്മതിച്ചു. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും. ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പ് ഗൗരവമായി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചു. അത് ഗൗരവമായി പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞൊക്കെയാണല്ലോ. എന്നാൽ ഹാരിസ് ചിറക്കലിനെ തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തി. യൂറോളജിയിലെ ഒരു പർച്ചേസ് ഓർഡർ ഫയലും പെൻഡിംഗില്ലെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അതേസമയം ഹാരിസിന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പിന്തുണ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നുവെന്ന കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും സംഭവം വിവാദമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ 4-അംഗ സമിതിയെ നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പിന് ശുപാർശ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സമിതിയിൽ ഉൾപ്പെടും. ഇത് സംബന്ധിച്ച ശുപാർശയിൽ ആരോഗ്യവകുപ്പ് ഉടൻ ഉത്തരവിറക്കും. ഡോക്ടറുടെ വെളിപ്പെടുത്തലോടെ ആരോപണ പ്രത്യാരോപണങ്ങളും ഉയർന്നു തുടങ്ങി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം ഒറ്റപ്പെട്ടതല്ലെന്നും ചികിത്സ വേണ്ടത് ആരോഗ്യ വകുപ്പിനാണെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പണമില്ലാത്തതുകൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വിതരണക്കാർക്ക് പണം കൊടുക്കാത്തതുകൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത്, സർജിക്കൽ എക്യുപ്മെന്റ്സ് വരാത്തത്. ഇത് ഗുരുതരമായ വിഷയമാണ്. ആരോഗ്യ കേരളം അപകടത്തിലാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതിനെ രക്ഷിക്കണം. ഞങ്ങൾ UDF നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി UDFിൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും. ഞങ്ങൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടത്തുന്നതിനെതിരെയുള്ള വാഗ്വാദം തുടരുകയാണ്. സൂംബയെ അധിക്ഷേപിച്ചവർ മാപ്പ് പറയണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അഭിപ്രായം. മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തിനെതിരെ യൂത്ത് കോൺഗ്രസും സർക്കാരിന് പിന്തുണയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. സമസ്തയുടെ യുവജന വിഭാഗം നേതാവ് തുടക്കമിട്ട സ്കൂളുകളിലെ സൂംബ ഡാൻസ് വിവാദത്തിലാണ് സംസ്ഥാനത്ത് വാഗ്വാദം തുടരുന്നത്. ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട കായിക ഇനമായ സൂംബയെ അധിക്ഷേപിച്ചവർ മാപ്പ് പറയണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സൂംബയിൽ സംശയമുണ്ടായാൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൂംബെ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. അതേസമയം സർക്കാരിന് പിന്തുണയുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. സൂംബയെ എതിർക്കുന്നവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മതവിദ്വേഷം ഉണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നതെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മതവിദ്വേഷം ഉണ്ടാക്കാൻ, മതവികാരങ്ങൾ ഉണ്ടാക്കാൻ ഇതിനെ എതിർക്കുന്ന ശക്തികൾ ആരായാലും അവരിൽ നിന്ന് പിന്മാറണം. സൂംബയുമായി ബന്ധപ്പെട്ട് ചില മതനേതാക്കൾ ശുദ്ധ വിവരക്കേടാണ് പറയുന്നതെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ കൊച്ചിയിൽ പ്രതികരിച്ചു. പുതിയ കാലത്തെ അപകടത്തിൽ സൂംബ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം തോന്നിയോണ്ടെന്നല്ല കേട്ടോ. അത് ചില മതനേതാക്കന്മാർ ശുദ്ധ വിവരക്കേട് അടിച്ചു ഓടിക്കണം. അതിന് ഒരു സംശയം ഉണ്ടാകരുത്. വിവാദത്തിൽ മുസ്ലിം സംഘടനകളുടെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദുൽകിഫിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. സൂംബയേക്കാൾ വലിയ വിശ്വാസത്തെ ബാധിക്കുന്ന തീരുമാനം ഗവൺമെന്റ് എടുത്തപ്പോൾ സന്ധി ചെയ്തവർ ഇപ്പോൾ അട്ടഹസിക്കുന്നത് ഏത് വിശ്വാസത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പോസ്റ്റിലൂടെ ചോദിച്ചു.
സൂംബയിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സൂംബ പരിശീലകർ ഫ്ലാഷ് മോബ് നടത്തി. സൂംബ ഇൻസ്ട്രക്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന സംഘടനയാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികൾ പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. നിർമ്മാണ തൊഴിലാളിയായ ബംഗാൾ സ്വദേശി ഏലാഞ്ചനാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റ് 2 തൊഴിലാളികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനിടെ മണ്ണിടിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. രാവിലെ 11:30യോടെയാണ് സ്വകാര്യ കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്ന നെല്ലിക്കോട് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിലകപ്പെട്ട 3 അതിഥി തൊഴിലാളികളിൽ 2 പേരെ ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ 2 മണിക്കൂർ നേരത്തെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംയുക്ത തെരച്ചിലിനൊടുവിലാണ് 3ാമത്തെയാളുടെ മൃതദേഹം കണ്ടെടുത്തത്. പശ്ചിമബംഗാൾ സ്വദേശി എലഞ്ചറാണ് മരിച്ചത്. തെരച്ചിലിനിടെ ഇടയ്ക്കിടെ മണ്ണിടിച്ചിലുണ്ടായതാണ് ദൗത്യത്തിന് വലിയ പ്രതിസന്ധിയായത്. മണ്ണിടിച്ചിലിൽ സമീപത്തെ വീടിനും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. റോഡ് പൂർണ്ണമായി നിലംപതിച്ചതോടെ നിരവധി വീടുകളിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. പെട്ടെന്നാണ് ഇടിഞ്ഞു. താഴെ പണിക്ക് ആയിട്ടുള്ള ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട്. ഞാൻ കൊലയിലിരിക്കും മോന് കഞ്ഞി കൊടുക്കുന്നവരാണിത്. ഷീറ്റാണ് ആദ്യം ഇങ്ങനെ താന്നത്. ഷീറ്റ് താന്ന് കല്ല് ആരോ കുട്ടികളാരോ എറിയാന്നാണ് ഞാൻ വിചാരിച്ച കല്ല് വീണ. പിന്നെ അതെല്ലാം കൂടി പോസ്റ്റും ലൈനൊക്കെ പൊട്ടി തീ വന്ന് എല്ലാം കൂടി ഇടിഞ്ഞ ഒറ്റ പ്രാവശ്യം ഇടിഞ്ഞപ്പോൾ ഞാൻ മോനെയും കൊണ്ട് ഓടി. മണ്ണിടിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയിരുന്നു. എങ്കിലും ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നിർമ്മാണം മുന്നോട്ട് പോയത് എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കളക്ടർക്കുൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഇവർ പറയുന്നു. 2 ആഴ്ച മുൻപും പ്രദേശത്ത് ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അത് കല്ല് വീണതാണെന്ന് പറഞ്ഞ് കമ്പനി അവഗണിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാമെന്നറിയിച്ച കമ്പനി വാക്കുപാലിക്കാതെയാണ് വീണ്ടും നിർമ്മാണം തുടങ്ങിയതെന്ന് സ്ഥലം കൗൺസിലർ പറഞ്ഞു. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അവരൊന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പണി തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഇനി പണിയെടുക്കാൻ സമ്മതിക്കരുതെന്ന് വരെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അവർ സമ്മതിച്ചതാണ്. ഇനി ഞങ്ങൾ പണിയെടുക്കുന്നില്ല, മഴ കഴിയട്ടെ എന്ന് പറഞ്ഞതാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരാതി നന്നായിട്ട് പറയുന്നുണ്ട്. അതുമല്ല, ഇത് വളരെ ദാരുണമായ സംഭവമാണ്. അത് കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പാലാഴിയിൽ മണ്ണിടിഞ്ഞു. ഹൈലൈറ്റ് മോളിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ആളപായമില്ല. സർവീസ് റോഡ് നിർമ്മിക്കേണ്ട സ്ഥലത്തെ മണ്ണാണ് ഇടിഞ്ഞതെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. സുരക്ഷാ പ്രശ്നങ്ങളില്ല. അടിയന്തരമായി പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 250 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നത്. ന് ശേഷം ആദ്യമായാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നത്. റോൾ കർവ് അനുസരിച്ച് ജൂൺ 30 വരെ അണക്കെട്ടിൽ പരമാവധി സംഭരിക്കാവുന്നത് 136 അടി വെള്ളമാണ്. ശനിയാഴ്ച രാത്രി 10 മണിയോടെ ജലനിരപ്പ് 136-ലെത്തി. ഇതോടെ തമിഴ്നാട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രിയിൽ അണക്കെട്ട് തുറക്കരുതെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തമിഴ്നാടിനെ അറിയിച്ചു. ഇതേ തുടർന്നാണ് പകൽ 11:30യോടെ അണക്കെട്ട് തുറന്നത്. 13 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 250 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കി. അണക്കെട്ട് തുറക്കുന്നതിന് മുമ്പായി പെരിയാർ തീരവാസികൾക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ 20 ക്യാമ്പുകളും സജ്ജമാക്കി. എന്നാൽ പെരിയാറിൽ കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയാൻ കാരണമാകും. അമൃത ന്യൂസ്, ഇടുക്കി. ജലനിരപ്പ് ഉയർന്ന വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിലെ 2ാമത്തെ സ്പിൽവേ ഷട്ടർ ഉയർത്തിയതോടെ സഞ്ചാരികളുടെ തിരക്ക്. 3ാം നമ്പർ സ്പിൽവേ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നു. പുഴയുടെ തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ബാണാസുര സാഗർ ഡാമിലെ
രണ്ടാമത്തെ സ്പിൽവേ ഷട്ടർ കൂടി ഉയർത്തി വെള്ളം തുറന്നുവിടാൻ ആരംഭിച്ചതോടെ കാഴ്ചകൾ കാണാനും ഫോട്ടോയെടുക്കാനും നിരവധി ആളുകളാണ് ഡാം പരിസരത്ത് എത്തുന്നത്. ഡാമിൽ നിന്നും വെള്ളത്തിനൊപ്പം പുഴയിലേക്ക് പതിക്കുന്ന മീനുകളെ പിടിക്കാനും ആളുകൾ സജീവമായ രംഗത്തുണ്ട്. എന്നാൽ പുഴയിലിറങ്ങരുതെന്ന കർശന നിർദ്ദേശം ഇവർക്ക് തടസ്സമാകുന്നുണ്ട്. സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഘട്ടം ഘട്ടമായി കരമാൻ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. പുഴയുടെ തീരങ്ങളിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് ബാണാസുര സാഗറിലേക്കുള്ള നീരൊഴുക്ക് കൂടിയതോടെ വെള്ളിയാഴ്ച അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്നിരുന്നു. അണക്കെട്ടിന്റെ പൂർണ്ണ സംഭരണശേഷിയായ 775.60 മീറ്ററിലേക്ക് ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടാനുള്ള സാഹചര്യമുണ്ടായത്. അമൃത ന്യൂസ്, വയനാട്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തൽ. പ്രതി അനീഷയുടെയും കാമുകൻ ഭവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. 2 കുഞ്ഞുങ്ങളെയും അനീഷ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ. അനീഷയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് താനാണെന്ന് അനീഷ പോലീസിനോട് സമ്മതിച്ചത്. അനീഷയ്ക്കും ഭവിനുമെതിരെ കൊലപാതകം, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലും വെവ്വേറെ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് 2021 നവംബർ 6-നാണ്. കൊല നടത്തിയ അന്നു തന്നെ കുഞ്ഞിനെ അനീഷ കുഴിച്ചു മൂടി. 8 മാസങ്ങൾക്ക് ശേഷം കുഴി തോണ്ടി അസ്ഥികളെടുത്ത് ഭവിന് കൈമാറി. 2024 ഓഗസ്റ്റ് 29-നാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച കുഞ്ഞിന്റെ മൃതദേഹം പിറ്റേ ദിവസം അനീഷ ഭവിന് വീട്ടിലെത്തിച്ച് നൽകുകയായിരുന്നു. ഭവിന്റെ വീടിന് പുറകിലെ തോട്ടിലാണ് രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത്. 4 മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ പുറത്തെടുത്തു. അനീഷയെയും ഭവിനെയും വീടുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കും. ആദ്യ കുഞ്ഞ് പ്രസവ സമയത്ത് മരിച്ചെന്നായിരുന്നു അനീഷയുടെ ആദ്യ മൊഴി. വിശദമായ ചോദ്യം ചെയ്യലിലാണ് 2 കുഞ്ഞുങ്ങളെയും പ്രസവശേഷം കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിച്ചത്. ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി ഭവിൻ എത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഭവിനും അനീഷയും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട കാര്യം വെളിപ്പെടുത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരി റെയിൽവേ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ കടുത്തുരുത്ത് ഭാഗത്തു നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റെയിൽവേ ക്രോസിൽ കാത്തുകിടക്കുന്നത് ഒഴിവാകും. ടോപ് 10 സ്പെഷ്യൽ. വൈക്കം, തലയോലപ്പറമ്പ്, എറണാകുളം, കടുത്തുരുത്തി തുടങ്ങിയ മേഖലകളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി, MG യൂണിവേഴ്സിറ്റി, മാന്നാനം, കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ് കാണക്കാരി അതിരമ്പുഴ റോഡ്. ഇതുവഴി പോയാൽ 5 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാമെന്ന് മാത്രമല്ല ഏറ്റുമാനൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുമാകും. ട്രെയിനുകൾ കടന്നുപോകാനായി കാണക്കാരി റെയിൽവേ ക്രോസ് അടച്ചിടുമ്പോൾ ഇരുവശവും റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണാനാവുക. ഇതുവഴി ആംബുലൻസുകൾ അധികം വരാറില്ലെങ്കിലും വരുന്നവ കുരുക്കിൽപ്പെടുന്നതും പലപ്പോഴും സംഭവിക്കാറുള്ള കാഴ്ചയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ വളരെ അത്യാവശ്യമാണ് മേൽപ്പാലം എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ മെഡിക്കൽ കോളേജ്, യൂണിവേഴ്സിറ്റിക്കൊക്കെ പോകേണ്ട ആൾക്കാർ ഇതിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. വടക്കൻ എറണാകുളം ജില്ല, അങ്കമാലി അങ്ങനെയുള്ള വരുന്ന റൂട്ടുകൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കാര്യത്താലത്തിനൊക്കെ ആംബുലൻസ് പോകണമെങ്കിൽ, അല്ല മെഡിക്കൽ കോളേജ് ആംബുലൻസ് പോകണമെങ്കിൽ 5-6 കിലോമീറ്റർ വളഞ്ഞു തീറ്റി പോകണം. ഇവിടെ ഈ മേൽപ്പാലം വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് രോഗികളെ അവിടെ എത്തിക്കാനും പറ്റും. അതുപോലെ തിരക്കാണ് ഇവിടെ. വളരെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്, ഇതുവരെ ആയിട്ട് ഇവിടുത്തെ പോലെ തിരക്ക് എങ്ങുമില്ല. ആംബുലൻസുകൾ തിരികെ പോകേണ്ടി വരുമ്പോൾ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ നിർണായകമായ ഏതാനും മിനിറ്റുകളായിരിക്കും. 2 ജീവനുകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടതിന് സാക്ഷിയാകേണ്ടി വന്നതിനെ തുടർന്ന് പ്രദേശവാസിയായ പൊതുപ്രവർത്തകൻ ജോർജ് മരങ്ങോലി ഇവിടെ മേൽപ്പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ തലങ്ങളിൽ നിവേദനങ്ങൾ നൽകിയിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും കഴിഞ്ഞ ആഴ്ച നിവേദനം അയച്ചതായി ജോർജ് മരങ്ങോലി പറഞ്ഞു. ഈ വാഹനക്കുരുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ആംബുലൻസിൽ നിന്ന് രോഗികൾ 1-2 മരണം ഞാൻ എൻ്റെ കൺവെൻറ്റ് കാണാനിടയായി. ഒരു 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു 85 വയസ്സുള്ള വൃദ്ധയായ മാതാവും ഗതാഗതക്കുരുക്കിൽപ്പെട്ട് തത്സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കാതെ വന്നതിനാൽ അവർ മരണപ്പെടുകയുണ്ടായി. ഈ മരണം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് നമ്മുടെ ജോർജ് കുര്യൻ, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ചാർജ് എടുത്ത ഉടനെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിന് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. റെയിൽവേയുടെ ഇപ്പുറം വശം കാണക്കാരി പഞ്ചായത്തും അപ്പുറം അതിരമ്പുഴ പഞ്ചായത്തുമാണ്. ഈ 2 പഞ്ചായത്തുകൾ തമ്മിൽ യോജിപ്പിക്കുവാനും ഈ മേൽപ്പാലം കൊണ്ട് സാധിക്കും. വടക്കൻ ജില്ലകളിൽ നിന്നും കോട്ടയത്തേക്ക് വരുന്ന ചെറുവാഹനങ്ങൾക്കും ഏറെ പ്രയോജനകരമായി മാറുന്ന റോഡാണിത്.
ഏറ്റുമാനൂർ ടൗണിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കി അതിരമ്പുഴ വഴി കോട്ടയത്തേക്ക് എത്താമെന്നത് തന്നെയാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ ഗുണം. വെല്ലുവിളിയായി നിൽക്കുന്നത് റെയിൽവേ ക്രോസ് മാത്രമാണ്. മേൽപ്പാലം വന്നാൽ കൂടുതൽ വാഹനങ്ങൾ ഇതുവഴി കടന്നു വരികയും പ്രദേശത്തിൻ്റെ വികസനത്തിന് വഴിയൊരുങ്ങുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, കോട്ടയം. മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഉൾപ്പെടെ നിവേദനം നൽകി കാത്തിരിപ്പിലാണ് നാട്ടുകാർ. മേൽപ്പാലം വേണം, വരാത്ത എവിടെയേ ഉള്ളൂ. ശനിയാഴ്ച ശനിയാഴ്ച ഇറങ്ങണം നിങ്ങൾ കാണണമെങ്കിൽ. 3-4 ട്രിപ്പായിട്ട് 2 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 10 മിനിറ്റ് അങ്ങനെ പോകും. പോകാതിരിക്കാനും ഒക്കെയല്ലോ. 1.5 മണിക്കൂർ വരെയൊക്കെ വണ്ടി കിടക്കാറുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിലും അതിരമ്പുഴ ഭാഗങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ഇതിൽ വരുന്ന വണ്ടികളെല്ലാം മണിക്കൂറുകളൂടെ കിടക്കുന്നുണ്ട്. ആംബുലൻസെല്ലാം വരുവാണെങ്കിൽ ഇവിടെ ട്രെയിൻ ഗേറ്റ് അടയ്ക്കുവാണെങ്കിൽ അവർ തിരിച്ചു പോകും. ഈ മേൽപ്പാലം വന്നാൽ ഇവിടുത്തെ ഈ കോട്ടയം ജില്ലയുടെ തന്നെ ഏറ്റുമാനത്തെ ബ്ലോക്ക് ഒഴിവാക്കാൻ ഏറ്റുമാനൂർ കാരിത്താസിലേക്ക് പോകുന്ന മുഴുവൻ ആളുകൾക്കും ഇതിലെ ഒരു യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ്, ESI ഇതിലെ വന്നാൽ ഏറ്റവും നമുക്ക് ഗുണം കിട്ടുന്നൊരു കാര്യമാണ്. അതിന് അടിയന്തരമായി ഇപ്പോൾ നമുക്ക് കേന്ദ്ര മന്ത്രി നമുക്ക് ഇവിടെ ഉണ്ട്. ആ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ജോർജ് സാർ അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടാണ്. ജോസ് കെ മാണിയുടെ അടക്കം നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ജോർജ് സാർ അടക്കമുള്ള ആളുകൾക്ക് മുഴുവൻ നിവേദനം കൊടുത്തതാണ്. പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ റെയിൽവേ ക്രോസിൽ മേൽപ്പാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിപ്പിന് ഈ പറഞ്ഞതുപോലെ വർഷങ്ങളുടെ ഒരു പഴക്കമുണ്ട്. കാത്തിരുന്ന് അവർ പൊറുതിമുട്ടിയിരിക്കുകയല്ലേ? തീർച്ചയായും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാണക്കാരി അതിരമ്പുഴ റൂട്ടിൽ റെയിൽവേ ഗേറ്റിന് പകരം ഒരു റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം ഏറെ കാലങ്ങളായി ഉയരുന്നതാണ്. പതിറ്റാണ്ടുകളായുള്ള ഒരു ആവശ്യമാണ്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ റൂട്ടിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഈ വാഹനങ്ങൾ പലപ്പോഴും ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് മൂലം ദീർഘനേരം ഗതാഗത കുരുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോൾ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ ഇരച്ചെത്തുകയും വാഹനങ്ങൾ പലപ്പോഴും കൂട്ടിമുട്ടുകയും അപകടങ്ങൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ടെന്ന് ഈ പ്രദേശത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം എത്തുന്ന ആംബുലൻസുകളും ഇവിടെ വന്ന് ഗതാഗത കുരുക്കിൽപ്പെടാറുണ്ട്. ഇത് പലപ്പോഴും രോഗികളുടെ ജീവന് തന്നെ വലിയ ഭീഷണി സൃഷ്ടിക്കാറുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം പലപ്പോഴും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി അതിരമ്പുഴ, മാന്നാനം, കോട്ടയം, കുമരകം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും മറ്റ് തെക്കൻ ജില്ലകളിലേക്കുമൊക്കെ കടന്നു പോകാൻ കഴിയുന്ന ഒരു റോഡാണിത്. BMR/BC നിലവാരത്തിൽ ടാർ ചെയ്ത ഒരു റോഡ് കൂടിയാണ്. എന്നാൽ ആളുകൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഒരു പ്രയോജനം ലഭിക്കണമെങ്കിൽ ഇവിടെ ഒരു റെയിൽവേ മേൽപ്പാലം വന്നേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പല തലങ്ങളിലും ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ച് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നിവേദനങ്ങൾ നൽകിയിരുന്നു. മന്ത്രിമാർക്കും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർക്കും ഉൾപ്പെടെ നിവേദനങ്ങൾ പലതവണ നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇരു പഞ്ചായത്തുകളെയും, അതായത് കാണക്കാരി, അതിരമ്പുഴ പഞ്ചായത്തുകളെ വേർതിരിച്ചുകൊണ്ടാണ് ഇതുവഴി റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഇരു പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡെന്ന നിലയിൽ ഈ റോഡിൽ ഇവിടെ ഒരു റെയിൽവേ മേൽപ്പാലം വരികയാണെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ വലിയ വികസനത്തിനും ഇത് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. ഈ പുതിയ കേന്ദ്രമന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ കോട്ടയം കാണക്കാരി സ്വദേശിയായ മന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ നാട്ടുകാർ നിവേദനം നൽകിയിരുന്നു റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടി. എന്നാൽ നടപടിയൊന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് പ്രദേശവാസി കൂടിയായ ഒരു പൊതുപ്രവർത്തകൻ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് തന്നെ നേരിട്ട് നിവേദനം അയച്ചു നൽകിയിരിക്കുകയാണ്. ഏതായാലും വൈകാതെ തന്നെ ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇവിടെ റെയിൽവേ ഗേറ്റിന് പകരം ഒരു റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ഒപ്പം പൊതുപ്രവർത്തകരുമെല്ലാം. തീർച്ചയായും പ്രശാന്ത്, എന്തായാലും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ റെയിൽവേ ക്രോസിൽ മേൽപ്പാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് പലപ്പോഴും ജീവൻ്റെ തന്നെ വിലയുണ്ട് എന്ന് തന്നെ പറയണം. എന്തായാലും ഈ ഒരു നാട്ടുകാരുടെ ആവശ്യം അത് അധികൃതർ പരിഗണിക്കണമെന്ന് തന്നെയാണ് ടോപ്പ് 10 പറയാനുള്ളത്. സ്ത്രീകൾക്ക് സുരക്ഷിതവും ശുചിത്വമുള്ളതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ പൊതു ശൗചാലയങ്ങൾ ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീ ടോയ്ലറ്റ്. കൊട്ടിഘോഷിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ച തലസ്ഥാനത്ത് തുടങ്ങിയ ഷീ ടോയ്ലറ്റുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? നോക്കാം.
സൈതായിട്ട് നമ്മുടെ തലസ്ഥാനമൊക്കെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ സ്മാർട്ടായി. പക്ഷേ നമുക്ക് ഒരു കാര്യം കൂടെ അറിയണം, ഇവിടുത്തെ ഷീറ്റ് ടോയ്ലറ്റുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയണം. അപ്പോൾ ഇവിടെ എത്തുന്ന സാധാരണക്കാർക്ക് ഗൂഗിളാണ് ആശ്രയം. നമുക്കിപ്പോൾ നിലവിൽ ഗൂഗിൾ മാപ്പിൽ 3 ഷീറ്റ് ടോയ്ലറ്റുകളുടെ കാര്യമാണുള്ളത്. നമുക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? എന്നാൽ പോയാലോ? ഷീറ്റ് ടോയ്ലറ്റ് അന്വേഷിച്ചുള്ള ആദ്യഘട്ടമാണിത്. താലൂക്ക് ഓഫീസിൻ്റെ പരിസരത്താണ് ആദ്യത്തെ ഷീറ്റ് ടോയ്ലറ്റ് ഉള്ളത്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്ത്രീകൾക്കുള്ള ബാത്റൂം ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാത്റൂം എന്നുള്ള രീതിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാതായിട്ട് ഇപ്പോൾ 4-5 വർഷമായി. ആദ്യത്തെ ഷീറ്റ് ടോയ്ലറ്റിൻ്റെ അവസ്ഥ എന്തായാലും നിരാശാജനകമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മളെ തളർത്താനാകില്ല. കാരണം ഇനി 2 ഷീറ്റ് ടോയ്ലറ്റുകൾ കൂടെ ബാക്കിയുണ്ട്. അവിടെയെങ്കിലും ആ ശങ്കയ്ക്ക് പരിഹാരം കാണുമെന്ന വിശ്വാസത്തിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അങ്ങനെ ഷീറ്റ് ടോയ്ലറ്റ് അന്വേഷിച്ചുള്ള യാത്ര 2ാമത്തെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി ഫോർട്ടിൻ്റെ ഈ ഭാഗത്ത് ഗൂഗിൾ മാപ്പിൽ ഇപ്പോഴും ഓപ്പൺ നോ എന്ന് കാണിക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഏതായാലും ആ സ്ഥലത്ത് ഇപ്പോൾ ഷീറ്റ് ടോയ്ലറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയും നിരാശ മാത്രമാണ് ഫലം. കാരണം ഷീറ്റ് ടോയ്ലറ്റിൻ്റെ സ്ഥാനത്ത് ഒരു മരം മാത്രമാണ് നിൽപ്പുള്ളത്. ഏതായാലും ഗൂഗിൾ മാപ്പ് നോക്കി ഈ സ്ഥലത്തോട്ട് എന്തായാലും ഇനി ഷീറ്റ് ടോയ്ലറ്റ് അന്വേഷിച്ച് ആരും എത്തേണ്ടതില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഷീറ്റ് ടോയ്ലറ്റ് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു 3-4-5 വർഷത്തോളം ആയില്ല. കഴിഞ്ഞ UDFൻ്റെ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം പൊളിച്ചെടുത്തുകൊണ്ട് പോയി. അടുത്തതായി ഷീറ്റ് ടോയ്ലറ്റിൻ്റെ 3ാമത്തെ സ്പോട്ടിലേക്കാണ്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ എത്തുന്ന വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് അടുത്ത ഷീറ്റ് ടോയ്ലറ്റ് ഉള്ളത്. അവിടെയെങ്കിലും കൃത്യമായ രീതിയിൽ ടോയ്ലറ്റ് പ്രവർത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഏതായാലും അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കി വരാം. അങ്ങനെ നമ്മളിപ്പോൾ വേളി ടൂറിസ്റ്റ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഇതിനകത്താണ് ആ ഷീറ്റ് ടോയ്ലറ്റ് ഉള്ളതായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. എന്തായാലും അവസ്ഥ എന്താണെന്ന് നമുക്ക് അകത്ത് കയറി തന്നെ നോക്കാം. മൂന്നാമത്തെ ഷീറ്റ് ടോയ്ലറ്റിൻ്റെ അവസ്ഥ അതെ ഇതാണ്. ഈ കാണുന്നതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല. ബുദ്ധിമുട്ടാണ്. അവർക്ക് ഉപയോഗിക്കാനുള്ള ഇതുവരെ ആദ്യം നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും ഇടപെട്ട് ഈ കാര്യം ചെയ്താലേ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണത്. ദിവസവും പല ആവശ്യങ്ങളായി നിരവധി സ്ത്രീകളാണ് തലസ്ഥാന നഗരത്തെത്തുന്നത്. അവിടുത്തെ ഷീറ്റ് ടോയ്ലറ്റുകളുടെ അവസ്ഥയോ അങ്ങേയറ്റം പരിതാപകരം. 2 ദ്രവിച്ചും കാടുപിടിച്ചും നാശമായപ്പോൾ 3ാമത്തേത് അപ്രത്യക്ഷം തന്നെയായി. ഏതൊരു പദ്ധതിയും തുടങ്ങുന്നതല്ല, മറിച്ച് അവ കൃത്യമായ രീതിയിൽ പരിപാലിച്ച് നടപ്പിലാക്കുന്നതിലാണ് ഒരു ഭരണകൂടത്തിൻ്റെ വിജയം. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അട്ടിമറി സാധ്യതയടക്കം എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൽ. അപകടം സംബന്ധിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിരവധി ഏജൻസികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വിമാനം അപകടത്തിൽപ്പെടുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ ക്രമാനുഗതമായി അവലോകനം നടത്തിവരികയാണ്. എഞ്ചിനുകൾക്ക് പെട്ടെന്നുണ്ടായ തകരാർ, സിസ്റ്റം തകരാർ തുടങ്ങിയ സാധ്യതകളും മാനുഷികമായ വീഴ്ചകളും പരിശോധിക്കുന്നുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരം ലഭിക്കും എന്നാണ് കരുതുന്നതെന്നും അന്വേഷണ സംഘം കരുതുന്നു.
AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്ക് ജയം. ഏകപക്ഷീയമായി 4 ഗോളുകൾക്ക് തിമോർ ലെസ്റ്റിനെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മംഗോളിയയെ 13-0 തോൽപ്പിച്ചിരുന്നു. ഇതോടെ ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യ 6 പോയിന്റുമായി 1-ാം സ്ഥാനത്തെത്തി. 4 പോയിന്റ് നേടിയ ഇറാഖാണ് 2-ാം സ്ഥാനത്ത്. തിരുവനന്തപുരത്ത് MDMAയുമായി CPI പ്രാദേശിക നേതാവ് പിടിയിലായി. ബേക്കറി ബ്രാഞ്ച് അംഗം കൃഷ്ണചന്ദ്രനാണ് കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ പിടിയിലായത്. മന്ത്രി GR അനിൽ ഉൾപ്പെടെ പങ്കെടുത്ത CPIയുടെ പരിപാടികളിൽ കൃഷ്ണൻ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കൃഷ്ണന് പാർട്ടിയുടെ സംഘടനാ ചുമതലയൊന്നും ഇല്ല എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി മണ്ഡലം സെക്രട്ടറി അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ബൈക്കിലെത്തിയ യുവാക്കൾ MDMA കൈമാറുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന നടത്തിയത്. പരിശോധനയെ തുടർന്നാണ് വഴുതക്കാട് സ്വദേശി കൃഷ്ണനും കണ്ണേറ്റുമുക്ക് സ്വദേശി അലി മുഹമ്മദും പിടിയിലാകുന്നത്. ഇതിൽ വഴുതക്കാട് സ്വദേശി കൃഷ്ണനാണ് CPIയുടെ വിവിധ ഘടകങ്ങളിൽ ചുമതലയിലുണ്ടായിരുന്നത്. CPI പാളയം ലോക്കൽ കമ്മിറ്റി അംഗമായ കൃഷ്ണൻ പാർട്ടി യുവജന വിഭാഗം AIYF തിരുവനന്തപുരം മണ്ഡലം മുൻ സെക്രട്ടറി ആയിരുന്നു. മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വേദിയിൽ പ്രസംഗിക്കുന്ന കൃഷ്ണന്റെ ചിത്രവും ഇതിന് തെളിവാണ്. കൃഷ്ണന്റെ ഭാര്യയും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ചുമതലയുള്ളവരുമാണ്. CPI കൂടി നേതൃത്വം നൽകുന്ന LDF സർക്കാർ ലഹരിക്കെതിരെ വിവിധ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഘടകകക്ഷിയായ CPIയിലെ പ്രാദേശിക പ്രവർത്തകൻ MDMA കൈവശം വെച്ചതിന് അറസ്റ്റിലാകുന്നത്. അതേസമയം അറസ്റ്റിലായ കൃഷ്ണന് പാർട്ടിയിൽ നിലവിൽ ചുമതലകളില്ലെന്നാണ് CPI നേതാക്കളും പാർട്ടിയും വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ കൃഷ്ണന്റെ അറസ്റ്റ് പാർട്ടിയെ ബാധിക്കില്ലെന്നും ഇവർ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് മുഖ്യപ്രതിയുടെ പെൺ സുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരി ബീനാശിയിലെ വീട്ടിൽ വെച്ചെന്ന പ്രതികളുടെ കുറ്റസമ്മതം. കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ജ്യോതിഷ് കുമാർ, BS അജേഷ് എന്നിവരാണ് പോലീസിനോട് ഇക്കാര്യം സമ്മതിച്ചത്. ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലർക്കും 20 ലക്ഷത്തോളം രൂപ നൽകാനുണ്ടായിരുന്ന ഹേമചന്ദ്രനെ പണം തിരികെ ചോദിച്ച് മർദ്ദിച്ചപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രതികളുടെ കുറ്റസമ്മതം. മുഖ്യപ്രതിയായ നൌഷാദിന്റെ പെൺ സുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ചാണ് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതെന്നും പിടിയിലായ പ്രതികൾ പോലീസിനോട് പറഞ്ഞു. മുഖ്യപ്രതി നൌഷാദ് ഗൾഫിലാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട്. സ്ത്രീകളടക്കം കൂടുതൽ പ്രതികൾ കേസിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്നും കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ചേരമ്പാടി കാപ്പിക്കാട്ടെ വനത്തിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസിന്റെ അന്വേഷണം അത് വഴിതിരിച്ച് വിടണം എന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പല രീതികളും അതിനുവേണ്ടി അവലംബിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വഴിത്തിരിവുണ്ടായത് ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ മകളാണ് വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് അന്നേരം കേട്ട ആ ശബ്ദം, അതിൽ ഒരു സംശയം അദ്ദേഹത്തിന്റെ മകൾക്ക് തോന്നുകയും ആ വിവരം ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിജീഷിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്ക് ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിച്ചു. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. അമൃത ന്യൂസ്, കോഴിക്കോട്. പുതിയ സംസ്ഥാന പോലീസ് മേധാവി പ്രഖ്യാപനം നാളെ. രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം UPSC നൽകിയ 3 അംഗ പട്ടികയിൽ നിന്ന് ഒരാളെ പോലീസ് മേധാവിയായി പ്രഖ്യാപിക്കും. ഇൻചാർജ് പോലീസ് മേധാവി നിയമനം ഉണ്ടാകില്ല. ദീർഘകാലം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, അഗ്നിരക്ഷാസേനാ മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. ആദ്യ 2 പേരിൽ ഒരാളാകുമെന്നാണ് സൂചനയെങ്കിലും ഇരുവരും ഏറെ നാളായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നത് സർക്കാരിനെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം ഇൻചാർജ് പോലീസ് മേധാവി നിയമനത്തിനായി സർക്കാർ നേരത്തെ നിയമോപദേശം തേടിയിരുന്നുവെങ്കിലും UPSC യോഗം ചേർന്ന് ചുരുക്കപ്പട്ടിക കൈമാറിയതിനാൽ ഇനി സ്ഥിരം നിയമനം മാത്രമേ ഉണ്ടാകൂ. കേരളം കൃത്യസമയത്ത് കേന്ദ്രത്തിന് പട്ടിക അയക്കുകയും UPSC നിശ്ചിത സമയത്ത് തന്നെ യോഗം ചേർന്ന് പട്ടികയിൽ തീരുമാനമെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിന് പുറത്തുനിന്നൊരാളെ നിയമിക്കുന്നത് നിയമലംഘനമാകുമെന്നതുകൊണ്ടാണ് ഇൻചാർജ് DGP നിയമനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയത്. ചുരുക്കപ്പട്ടികയിലുള്ള 3 പേരിൽ നിതിൻ അഗർവാളിനാണ് സാധ്യത കൂടുതൽ. നിതിൻ അഗർവാൾ നിലവിൽ സംസ്ഥാന റോഡ് സേഫ്റ്റി കമ്മീഷണറാണ്. നേരത്തെ BSFന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. യോഗേഷ് ഗുപ്ത സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്നതിനാൽ അദ്ദേഹത്തെ DGP ആക്കാൻ സാധ്യതയില്ല. നാളെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. അന്ന് തന്നെ പുതിയ പോലീസ് മേധാവി സ്ഥാനമേൽക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ ഗ്രാൻഡ് 1000 നടത്തി. അനുമോദന സമ്മേളനം മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷന് അമൃത TVയുടെ സ്നേഹാദരം ബിസിനസ് ഹെഡ് R. ശിവകുമാർ കൈമാറി.
ബഹുരാഷ്ട്ര ഭീമന്മാർക്കെതിരെ മത്സരിച്ച് ഇന്ത്യയിലെ പ്രമുഖ ബ്രോഡ്ബാൻഡ് ദാതാവും ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് 4ാമതും എത്തിയിരിക്കുകയാണ് കേരള വിഷൻ. സമൂഹത്തിൽ നടക്കുന്ന പോസിറ്റീവ് സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കേരള വിഷൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ആ കമ്പനി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ എനിക്ക് തോന്നുന്നു 6ാമത്തെ കമ്പനിയായി, ഫൈബർ കേബിളിൽ 6ാമത്തെ സ്ഥാനത്തേക്ക് എത്തി എന്നതിൽ ഈ ടീമിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏകദേശം 12 ലക്ഷത്തിലധികം കണക്ഷനുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ K-Phone-ലും കേരള വിഷൻ പങ്കാളിയാണ്. FTTH ഫൈബർ ടു ദ ഹോം ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് K-Phone-ഉം ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊച്ചിയിൽ ചേർന്ന അനുമോദന ചടങ്ങിൽ ഡിസ്നി കൺട്രി മാനേജർ K. മാധവൻ മുഖ്യ അതിഥിയായി. ഡിജിറ്റൽ സാറ്റലൈറ്റ് മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകുന്ന കേരള വിഷൻ ഒട്ടനവധി വീടുകളിൽ സന്തോഷം പകരുന്നുണ്ടെന്ന് അമൃത TV ബിസിനസ് ഹെഡ് R. ശിവകുമാർ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ഒട്ടനവധി വീടുകളിൽ സന്തോഷം കൊടുക്കുന്ന ഡിജിറ്റൽ സാറ്റലൈറ്റ് മേഖലയിൽ ശൃംഖലയിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഈ കേരള വിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഗ്രഹങ്ങളിൽ സന്തോഷം കൊടുക്കുന്നൊരു കമ്പനിയും കൂടെയാണ് കേരള വിഷൻ. 2005 അമൃത TVയിൽ തുടങ്ങുമ്പോൾ ആശ്രമത്തിലെ അമ്മയുടെ ആശയമായ സ്നേഹ കരുണ കാരുണ്യം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഡയറക്ടർമാർ ചിന്തിച്ചിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയെങ്കിലും അത് ഈ ലക്ഷോപലക്ഷ ഗ്രഹങ്ങളിലേക്ക് എത്തിക്കാൻ കേരള വിഷൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. MP ഹൈബി ഈഡൻ, TJ വിനോദ് MLA എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ സ്വാഗതവും COI ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദിയും പറഞ്ഞു. കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. SFI അഖിലേന്ത്യാ പ്രസിഡന്റായി ആദർശ് എം സജിയെയും സെക്രട്ടറിയായി ശ്രീജൻ ഭട്ടാചാര്യയെയും തെരഞ്ഞെടുത്തു. കോഴിക്കോട് നടന്ന 18ാമത് അഖിലേന്ത്യാ സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. 87 അംഗ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദർശ് എം സജി. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായിരുന്നു. ഡൽഹി ജനഹിത് ലോ കോളേജിൽ LLB അവസാന വർഷ വിദ്യാർത്ഥിയാണ്. പശ്ചിമബംഗാൾ ജാദവ്പൂർ സ്വദേശിയാണ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജൻ ഭട്ടാചാര്യ. ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. കേരളത്തിൽ നിന്ന് 10 പേർ അഖിലേന്ത്യാ സെക്രട്ടേറിയറ്റിലുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ വ്യക്തികളെ രാജ്യം എന്നും ഓർമ്മിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയുടെ ശക്തി നിലനിർത്താൻ അടിയന്തരാവസ്ഥ കാലം ജനങ്ങളെ എന്നും പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസിനെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഭരണഘടനയെ കൊലപ്പെടുത്തുക മാത്രമല്ല അവർ ചെയ്തതെന്നും നീതിന്യായ വ്യവസ്ഥയെ കളിപ്പാവയാക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.